നമസ്കാരം. അപ്പോ നമ്മൾ പെരുന്നാൾ അവധിക്ക് ഒരു ടൂർ വന്നതാണ്. എവിടെ? കൊല്ലി ഹിൽസ്. കൊല്ലി ഹിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമക്കൽ വന്നിട്ട് അവിടെ നിന്ന് കുറച്ച് എത്ര കിലോമീറ്റർ ഉണ്ട്? 35 കിലോമീറ്റർ. അപ്പൊ ഏകദേശം ഇനി ഇവിടുന്ന് നാമക്കലിന് എത്ര കിലോമീറ്റർ ഉണ്ട്? 5 കിലോമീറ്റർ. ഞങ്ങൾ ഇന്നലെ രാത്രി 10 മണിക്ക്, പെരുന്നാളിന്റെ അന്ന് രാത്രി 10 മണിക്ക് തിരിച്ചതാണ്. 11 മണി. ഏകദേശം ഈ ഇപ്പോ മണി എത്രയായി? മണി 8:30 മണിയായി. ഞങ്ങളിപ്പോ ഏകദേശം നാമക്കൽ എത്താറായി. ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 5 കിലോമീറ്ററേ ഉള്ളൂ നാമക്കൽ. ഇവിടെ നിന്ന് 5 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോ നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടെ പ്രത്യേകത പറഞ്ഞാൽ ഹൈലൈറ്റ് 70 ഹെയർ പിൻ കയറണം. 70 ഹെയർ പിൻ അല്ലേ? 70. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹെയർ പിന്നുള്ള സ്ഥലമാണ് കൊല്ലി ഹിൽസ്. കൊല്ലി ഹിൽസ് എന്ന് പറഞ്ഞാൽ അപകടം കൊല്ലിമല എന്നാണ് പറയുന്നത്. കൊല്ലുന്ന മല എന്നാണ്, കൊല്ലിമല എന്നാണ് അതിനെ പറയുന്നത്. ഇംഗ്ലീഷിൽ കൊല്ലി ഹിൽസ്. അപ്പോൾ നമ്മൾ ഡേഞ്ചറാണ് ഇത്രയും ഹെയർ പിന്ന് കയറുന്നത്. രാത്രി യാത്ര ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ രാത്രി തിരിച്ചു രാവിലെ ഇവിടെ എത്തി. പകലെ മുകളിലോട്ട് കയറി പോകാൻ പറ്റും. നമുക്കല്ലെന്ന് 35 കിലോമീറ്ററാണ് കൊല്ലി ഹിൽസ്. 70 ഹെയർ പിന്ന് കയറി അവിടെ പോകുമ്പോൾ അവിടെ ഒരു റിസോർട്ട് ഉണ്ട്, ഒരു ബോട്ട് ഹൗസ് ഉണ്ട്, പിന്നെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, പിന്നെ 2 വാട്ടർ ഫാൾസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോണ വഴിയിൽ കണ്ടു പോവാം. ഓക്കെ ഓക്കെ. താഴെ വേറെ കുളിക്കാനുള്ള ഇടമൊന്നുമില്ല. മുകളിലേ ഉള്ളൂ 1500 സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ. അല്ലാതെ ഇനി വേറെ വല്ല ഉണ്ടെന്ന് അവരെ ചോദിച്ചു നോക്കാം. കോയിലിന്റെ പക്കം വന്നിരിക്കുന്നത് അപ്പൊ എനിക്ക് തെരിയില്ല. അപ്പൊ தமிழ்நாட்டில் கவர் யூஸ் பண்ண முடியும். அப்படி பேன் தானே இங்கே. அந்த ஆள் இங்கேருந்து அடி கொண்டு திட்டுவான் பாரு. தமிழ்நாடு ബിസ്ക്കറ്റ് മാറ്റി ഇവരിന് കൊടുക്കാനുണ്ട്. രക്ഷപ്പെടുത്തില്ലേ? ശരി ശരി. വെച്ചരാ ഫോൺ കട്ടി കഴിഞ്ഞാൽ അങ്ങനെ ഫസ്റ്റ് ഹെയർ പിന്നായി. അവക്ക് ഫോൺ കൈ കിട്ടിയത് വരെ കരയും. ഇവിടെ 70 ഹെയർ പിന്നോളം ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഹെയർ പിന്ന് കയറി പോവുകയാണ്. ശരി ശരി ശരി. ഹെയർ പിൻ തുടങ്ങിയ? പിന്നെ ഇത് 2ാമത്തെ ഹെയർ പിൻ അല്ലേ? പോയാ കൊടും വളം. മധുവെ തിരുത്തപ്പെടുന്നു.
മാസില ഫാൾസ് എന്ന് പറയും ഇത് കുറവാ. മാസില ഫാൾസ്ക്ക് പക്കം പോകുന്നപ്പാ. ഇവിടെയും വയലാ. ഇത് വയൽ. ഞങ്ങള് മാസില ഫാൾസ് കാണാൻ വേണ്ടിയല്ല, മാത്രമല്ല കുളിക്കാൻ വേണ്ടിയാണ്. കാരണം വീട്ടിൽ വെള്ളം ഉണ്ടായിട്ട് കുളിക്കാത്ത ഐറ്റങ്ങളാണ് 100-600 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് കുളിക്കാൻ വന്നിരിക്കുന്നത്. പക്ഷെ ആ സാധനം ഇവിടെ ഒരിടത്തും കാണില്ല. മാസില ഫാൾസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലി ഹിൽസിൽ വന്നിട്ട് കുളിക്കാൻ വേണ്ടി നടക്കുകയാണ് ഞങ്ങൾ. അതിൽ ഇദ്ദേഹത്തിനാണ് കുളിക്കണമെന്ന് വലിയ ആഗ്രഹം. പിന്നെ അദ്ദേഹത്തിന് കിട്ടില്ലല്ലോ ഉടച്ചാനെ. അദ്ദേഹത്തിന് പിന്നെ കാണിച്ചു തരാം. ഇവിടെയൊക്കെ ശരിക്കും ആൾക്കാർ താമസമുണ്ട് കേട്ടോ. ഇത് ചെറിയ ഗ്രാമം. നടക്കണോ? വണ്ടി വിടൂല്ലേ? കാർ വിടൂല്ലേ? നല്ല ഇറങ്ങി ചോദിച്ചോ. ചിലപ്പോ ഈ വന്ന കണ്ടീഷൻ നടക്കാനും കുറെ കാണും. വണ്ടി വിടുമെന്ന് പറഞ്ഞാ. മാസില വാട്ടർഫാൾസിന്റെ താഴെ ഞങ്ങളെത്തി. അതിൻ്റെ എൻട്രൻസ് ആണ് 30 രൂപ ടിക്കറ്റ്. പക്ഷേ അടുത്താണ്. ടിക്കറ്റ് എടുത്തു എന്തായാലും നോക്കാം. അപ്പോ റോഡ് ശരിയല്ല. വന്ന വഴി തന്നെ അത് നമുക്ക് ചോദിച്ചിട്ട് വരാനല്ല. നമുക്ക് കുളിച്ച് വരുമ്പോ അവിടെ ചോദിക്കാനല്ലോ. അങ്ങനെ ഇവിടെ വന്ന് എത്തി. എന്നിട്ട് എത്തിന്ന് പറഞ്ഞില്ല അല്ലേ, പറയാറായില്ല. ചിലപ്പോ മാസില ഫാൾസ് ഈ താഴെ പക്കം അല്ലേ. 40 കിലോമീറ്റർ ആണ് ഇവിടത്തെ പക്കം. കുളിച്ച് തളർന്ന് ഡംബർ ഡ്രൈവർ പോകുന്നു. ഇവിടെ ഇറങ്ങി നടക്കണമെന്ന് തോന്നുന്നില്ലേ? வண்டி இங்கேருந்து ஃபஸ்ட்டு 5 கிலோமீட்டர் அங்கே டேர்ன் போனீங்களா, அதுலேருந்து லெஃப்ட்டு 1000 ஸ்டெப்ஸ். இது கம்மி தான். இது கம்மி தான். தண்ணி இல்லை. அங்கே தண்ணி இருக்குதா? அங்கே நல்லா இருக்கு. 1500 ഫിറ്റ്സ് ഇരിക്കില്ല, അല്ല സ്റ്റെപ്സ് ഇരിക്കില്ല. അത് പ്രശ്ന. നമ്മ മുട്ടെല്ലാം പോയി. ഇവിടെ വെള്ളം ഒട്ടുമില്ലേ? ഇവിടെ മഴ വരുമ്പോൾ കുളിക്കുന്നതാണ് നല്ലത്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് മാസില ഫാൾസ് കാണാൻ വന്നത്. പക്ഷേ ഇവിടെ വെള്ളമില്ല. അതുകൊണ്ട് പിന്നെ വേറൊരു ഫാൾസ് ഇവിടെ ഉണ്ട്. അത് സൂപ്പറാണ്. പക്ഷേ 1500 പടി സ്റ്റെപ്സ് ഇറങ്ങണം. അതിന് ഞങ്ങൾ പ്രായങ്ങളായ ആൾക്കാരല്ലേ, ഞങ്ങളുടെയൊക്കെ മുട്ടുകൾക്ക് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അതിന് ഞങ്ങൾ മുതിരുന്നില്ല. நல்ல ரோடு இருக்கு, ஆனா நாமக்கல் போக முடியாது. தம்மம்பட்டி போயிடும். தம்மம்பட்டி டு நாமக்கலே 50 കിലോമീറ്റർ ഉണ്ട്. 50 കിലോമീറ്റർ ഉണ്ട്. 50 കിലോമീറ്റർ. അതാണ് അവർ പറഞ്ഞത് ഇതുവഴി വരാൻ എളുപ്പം. അതാണ് ഞാനും പറയാം. அல்லப்பா சாப்பாடு இங்கே கிடைக்குமா? தெரியலீங்களா, இங்கே அங்கே நாங்கள் நீங்கள் இங்கே வெளியூரில்? ஓகே. പാവപ്പെട്ട ഒരു പട്ടിക്ക് ഒരു വീടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിക്കലുണ്ടോ സ്റ്റൈലിൽ? നല്ല അന്തസ്സുള്ള പട്ടി. சாப்பாடு சாப்பாடு இருக்குதா? எத்தனை மினிட்? 1 மணி ஆயிடுமா? எந்த ஒரு இடம்?
1 മണിയാവുമെന്ന്. വേറെ എല്ലാം കഴിക്കുന്നേ കഴിക്കും. വേറെ എന്തെങ്കിലും വേണോ? ടിഫന് ആ എന്ത് പറയണം? ഇല്ല, ഞാൻ എഴുതിച്ച് തന്നെ ഒരു ചായ കുടിച്ചു. ഇനിയിപ്പം എല്ലാവരും ചായ കാപ്പി കുടിച്ചിലൂടെ ഒന്നും കറങ്ങണോ എന്നിട്ട് കറങ്ങി. ഫസ്റ്റ് സെക്കൻഡ് അവിടെ നിന്ന് അന്നപൂർണ്ണ റെസ്റ്റോറൻറ്റ് 9 മണിക്ക് ശേഷം വണ്ടി ഇപ്പൊ സമയം എത്രയായി? 8:25 ആ അതാക്കാ നമ്മൾ ഇന്നലെ കൊല്ലി ഹിൽസ് നിന്ന് തിരിച്ച് നേരെ വന്നു. ഇവിടെ ചെട്ടിനാട് വന്നിട്ട് നമ്മൾ റൂം എടുത്ത സ്ഥലമാണ് കാരക്കുടി ഹോട്ടൽ മലർ. കാരക്കുടി ഹോട്ടൽ മലർ നമ്മൾ ഹാൾട്ട് ചെയ്തു. അവിടെ നിന്ന് നമ്മൾ രാവിലെ ഇപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മളിപ്പം പോകുന്നത് ആത്തുംകുടി പാലസ് കാണാനാണ്.
കാലത്ത് എത്ര ജനങ്ങളെ തീറ്റിപ്പോറ്റിയ ആളെന്ന് പറയും അല്ലേ? നോക്ക് എത്ര അവരിങ്ങനെ നിരന്നിരുന്ന് തിന്നാണ്. അവരെ ചായപാത്രമാണ് 100 പേർക്ക് ചായ ഇടുന്നു. പിന്നെ ഞാൻ ലൈറ്റ് അടിച്ചു തരാം. ഇതാ ഇതെല്ലാം കിട്ടുമല്ലോ കയ്യിലോട്ട്. ഞാനൊരു സാധാരണക്കാരൻ, ശ്വാസം വിട്ട് തന്നെ ഇരിക്കുന്നത്. ആത്തൻകുടി പാലസ് കണ്ട് അവിടെ നിന്ന് മറ്റേ ആത്തൻകുടി ടൈൽ ഫാക്ടറിയെല്ലാം സന്ദർശിച്ച് ആത്തൻകുടി സ്റ്റൈൽ, ആത്തൻകുടി ടൈൽസ്, ആത്തൻകുടി ടൈൽസ്. എങ്ങനെയാണ് ഇവിടെ ഇതൊക്കെ ഉണ്ടാക്കണത്? ഈ കളർ ഫെയ്ഡിങ് വരില്ല അല്ലേ? ഈ കളറുകളൊന്നും മാറില്ല അല്ലേ? ഇപ്പോൾ നമ്മളെ കണ്ട ബിൽഡിങ്ങിനകത്ത് ഇതുപോലത്തെ ടൈപ്പാണ് വെച്ചിരുന്നത് അല്ലേ? ആ കാലഘട്ടത്തിലെ ഉള്ള അവരുടെ നിർമ്മാണ ശൈലി രീതി എല്ലാം ഒരേപോലെയാണ്. ആത്തൻകുടി ടൈൽസ്. ഈ ടൈലിൻ്റെ ഫാക്ടറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഉണ്ടാക്കുന്ന രീതിയാണ്. എങ്ങനെ ഇതിൽ വെള്ളത്തിട്ട് പോളിഷ് ചെയ്യുന്നത്? സിമെന്റില് പൗഡർ മിക്സ് ചെയ്ത്, പക്ഷെ കളർ ഫെയ്ഡ് വരില്ലത് അല്ലേ? മങ്ങാതല്ലേ? എത്ര വർഷമായാലും ഫീഡാവും. ഓ, എത്ര വർഷമായിരുന്നാലും ഫെയ്ഡാവാത്ത ഒരു കളറിങ് രീതി. ഷോപ്പിലാളില്ല. പറയല്ല 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 எப்படி அது செய்யுங்க பார்க்கட்டும். டை டை ஆ பாட்டலே ഓ ആ ഡിസൈൻ ഒരു ടൈൽ ഏതാ? 40 രൂപ ഒരു പീസ്. ഇത് ഒട്ടിക്ക് கிடைக்குமா? இங்க இருந்து ஆள் அனுப்புவாங்க.
நம்ம கேரளாவில் சதுர கணக்குன்னு சொல்லி பதிச்சு கேட்பாங்க. கொத்தப்பழம் வரைச்சிருக்கு ஃபிக்ஸ் பண்ணி தருவோம். ஃபிக்ஸ் பண்ணி தருவோம். அங்க ட்விச் பண்ணதுக்கு பிரத்யேக ரேட் இருக்கா? லேபர் அந்த மாதிரி நீங்க இந்த 40 கூலி சேர்த்து சொல்லுங்க, அதனால அதோட சொல்றேன். நினைச்சுதாங்க. சதுர கணக்கு வந்து இந்த கல் 150 கல் வரும். ஒரு சதுரத்துக்கு 150 கல் வரும். இது பதிக்கிறது அப்படின்னா சதுர கணக்கு படி பதிப்பாங்க. அவங்களுக்கு தனித்தம்பளம், சாப்பாடு தனித்தம்பளம், வேலை கூலி பிரத்யேக வேலை தம்பளம் தனி. வேலை கூலி நீங்க கொடுக்கணும். அவங்களுக்கு நீங்க தான் கொடுக்கணும். கூலி கொடுக்கணும். கல்ல பதிக்கிறது நம்ம அங்க பேசுறீங்க, அவங்க பதிச்சிடுவோம். இங்க பதிச்சதை அனுபவப்பட்ட வந்தாலே நல்லா பாடலாம். இப்பதான் போட்டிருக்காங்கனால கலட்ட முடியாது. അത് കഴിഞ്ഞ് നമ്മൾ ചെട്ടിനാട് മാഷൻസ്, അതായത് 125 കൊല്ലത്തിന് മുമ്പുള്ള പഴയ ചെട്ടിനാട് അവരുടെ ഫാമിലിയുടെ മാഷൻസ് എല്ലാം കണ്ട്, പിന്നെ അവിടെ വേറെ 1-2 ഈ ആ ജില്ലയിൽ പിന്നെ കുടിവെള്ളം വിതരണം ചെയ്യുന്ന ഒരു വലിയ കുളമുണ്ട്. അതെല്ലാം കണ്ട് സന്ദർശിച്ചിട്ട് ഈവനിങ്ങോടുകൂടി നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഹായ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ പ്രോഗ്രാം. അപ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഈ യാത്രയിൽ? താങ്കളുടെ എന്തെങ്കിലും അഭിപ്രായം? താങ്കളിപ്പോ രാവിലെ ഉറക്കമൊക്കെ കഴിച്ചു വന്നിരിക്കുകയാണല്ലോ. രാവിലെ ഉറക്കണീറ്റ് ആ സമയത്ത് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയതാണ്. ഇവരെല്ലാവരും കൂടെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വണ്ടി ഓടിക്കുക എന്നുള്ളതാണ്. വഴി തെറ്റിക്കുക. എന്നിട്ട് ഇവർ പറഞ്ഞു തരുന്ന വഴി പോകുമ്പോഴത്തേക്കും ഏകദേശം ഒരു 10 കിലോമീറ്റർ ഓടാനുള്ള 60 കിലോമീറ്റർ എങ്കിലും മിനിമം ഓടി കറങ്ങി ചുറ്റി തിരികെ വരും. അതാണ് ഇന്നത്തെ അവസ്ഥ. ഞങ്ങള് ഏകദേശം ടോട്ടൽ ഒരു 500 കിലോമീറ്റർ ഓടേണ്ടത് ഞങ്ങൾ എപ്പോഴായിരുന്നാലും അത് ഞങ്ങൾ ഒരു 900 കിലോമീറ്റർ എങ്കിലും ഓടി തീർക്കും. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. ഒരു ദിവസത്തിന്റെ വ്യത്യാസം എപ്പോഴും നമ്മുടെ യാത്രയിലുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അങ്ങോട്ടുള്ളത് കാണാം. അന്നത്തെ ജനങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീടാണ്. പ്രൗഢിയുള്ള ഒരു വിഭാഗം ജനങ്ങളുടെ വീടുകൾ. ഇന്നിവിടെ ജനതാമസമൊന്നുമില്ല. ഇവിടെ ഓരോ ഗല്ലികളും അന്നൊരു സമൂഹം താമസിച്ചിരുന്ന വീടുകളാണ്. ഇതെല്ലാം ആ ടൈപ്പ് വീടുകളാണ്. ചെട്ടിനാട് എന്ത് മനോഹരമായ ബിൽഡിംഗ്. റൈറ്റ് ലെഫ്റ്റ്, റൈറ്റ് ലെഫ്റ്റ്. രണ്ട് കാല് ആക്സിലേറ്റർ ഉണ്ട്. ഇതിന്റെ പഴയ കൃത്യപ്പള്ളിയാണ് ഇത്. മുസ്ലിം പള്ളിയാണ്. ഇതാണ് ഇവിടുത്തെ ഉള്ളവർക്ക് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നത്.
നാട്ടിൽ കേട്ടോ ഇതുപോലെയല്ല സംഭവം. ഇവിടെ ടിക്കറ്റ് ആണതാ പാലസ് എന്താ സംഭവം? ആ ഇതും പാക്കതൊക്കെയുള്ള സ്ഥലം തന്നെ. ടിക്കറ്റ് ഇല്ലേ? അല്ല ടിക്കറ്റ് ആയിരിക്കും. വേണ്ട, ഇനിയിപ്പം അതിൻ്റെ ആവശ്യമില്ല. വണ്ടിയിലെടുത്താലേ വേണ്ട. ഈ പഴയ ബിൽഡിങ്ങുകൾക്ക് വരാൻ അതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. ഇതെല്ലാം പൈസ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ അവർ ചെയ്തതാണ്. ഇതിലാണ് എന്റെ അതിന്റെ നീളം നോക്കിയാണ് വണ്ടി പോയിട്ട് തീരില്ല. അവര് ഈ ഒരു ഫാമിലി മാ പറഞ്ഞ പോലെ 60 എണ്ണം കാണും. കൂട്ടുകൊടുക്കും. ഇതും അതിൽ പെട്ട തന്നെ കേട്ടോ. വെച്ച് കെട്ടിയൊക്കെയാണ്. ഈ ചെട്ടിനാട് സിമന്റ് കംപ്ലീറ്റ് ഇവിടെ വരട്ടെന്ന് പറഞ്ഞാണ്. പക്ഷെ എന്റെ ഫോനെ ഇത് നോക്കിയാൽ ഇതൊക്കെ താമസമുണ്ട്. ഇത് നടന്ന് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചാലേ അവരുടെ ക്ലച്ചറും ഇത് ടെമ്പിളാ. നടക്കണം. ചെറിയ ഏരിയ അല്ലേ ഇത്? അത് മാത്രം നമുക്ക് അത് വാടകയ്ക്ക് കൊടുക്കാനാണ്. അത് വാടകയ്ക്ക് കൊടുക്കുന്ന എന്റെ മിഹാദാക്കാർ ആത്മാവ് ശാന്തി ഇല്ലാതെ അലയുമായിരുന്നു. ഇത് കാണിച്ചില്ല. ഒരുപാട് ഏരിയ ഇത് വീട്ടിലെ പെണ്ണുങ്ങളെ കൊണ്ട് സുഖമായിട്ട് കറക്കാം. കാറിലെടുത്ത് കണ്ടാൽ മതിയല്ലോ. പ്രധാനപ്പെട്ട നമ്മളിപ്പോ കയറിയില്ലേ അവിടെ മാത്രം. ഓ ഇതാ നോക്കിയാണ് ഇതിന്റെ ഫ്രണ്ട് കളിയാ. പാവം കേട്ടാ ഈ വീട്. ആ ഫ്രണ്ട് ഇത് ഭയങ്കര രസമുള്ള സ്ഥലമായിരുന്നു. ഇതിന്റെ ഫ്രണ്ട് കാണണമായിരുന്നു കേട്ടാ. നോക്കുക വീട്. അത് ഞാൻ അവിടെ നിന്ന് വന്ന സമയത്തേക്ക് എടുത്തു. ഇപ്പൊ വീടാണ്, ക്ഷേത്രം പോലെ ഇരിക്കും. സൈഡാണ്. ഇതിലേക്ക് മക്കളുകളൊക്കെ അന്നത്തെ ഡ്രസ്സ് കോണമൊക്കെ കെട്ടി നടത്തിച്ചു. പോലെ ഉപേക്ഷിക്കപ്പെട്ട ഇതിപ്പോഴും താമസിക്കുന്ന ആൾക്കാർ. തിരുവനന്തപുരത്തുള്ള ആരും വന്ന് കണ്ടിട്ടില്ലാത്ത സ്ഥലത്താണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ചെട്ടിനാട് മധുരയിൽ നിന്നും 85 കിലോമീറ്റർ ഉള്ളിലാണ്. ഇവിടെ പോകുന്ന റോഡ് പിന്നെ സ്ഥലത്തിന്റെ പേര് ധനുഷ്കോടി. ധനുഷ്കോടിയുടെ പോകുന്ന വഴി
ഇവിടെ 120 കിലോമീറ്റർ കണ്ടേ ധനുഷ്കോടിക്കുള്ളൂ. അങ്ങനെ പറയുന്നത് ധനുഷ്കോടി എന്ന് പറയുമ്പോൾ ഞാനത് അതിനിടയ്ക്ക് ഇത് വരില്ല. നമ്മൾ ഇവിടെ നിന്ന് വന്നുകൊണ്ടാണ് ഭയങ്കര ഈ മനുഷ്യ ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ. നമുക്ക് വാ തുറക്കാൻ പറ്റില്ല. എന്ത് പറഞ്ഞാലും അതിൻ്റെ നെഗറ്റീവ് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ വളരെ ക്ഷമിച്ചാണ് കൊണ്ടു നടക്കുന്നത്. എന്നാലും പറയും അതൊക്കെ എങ്ങനെയാണ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആ പറയൂ. ചെട്ടിനാടാണ് നാഷൻസ്, അതായത് 125 കൊല്ലം മുതൽ അങ്ങോട്ടുള്ള ബിൽഡിങ്ങുകൾ, കൊട്ടാരങ്ങളൊക്കെ കാണാൻ വേണ്ടിയാണ്. ചെട്ടിനാട് ഫാമിലിയുടെയാണ് ഈ കാണുന്നതെല്ലാം. ചെട്ടിനാട് സിമെൻറ്റ്, അന്നേമല യൂണിവേഴ്സിറ്റി, ഇതൊക്കെ അവരുടെ വന്നു കാലങ്ങളിലെ 4ാമത്തെ തലമുറ ഉള്ളത്. എന്തുകൊണ്ടല്ല പല കണ്ട ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഇതൊക്കെ ഒരു കാലഘട്ടത്തിലെ പ്രൗഢിയാർന്ന ജനങ്ങൾ ജീവിച്ചിരുന്ന മനുഷ്യർ. ഇതാണ് അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ ഓണറ വീട്. ഇപ്പോൾ അതൊന്നും പറയരുത് വേറൊരു മനുഷ്യൻ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചെടുത്തു. അതേ അണ്ണാമലയല്ല, ഇത് വേറെ ഏതാ യൂണിവേഴ്സിറ്റിയിലാണ്. എല്ലാം ഇതിൽ പെട്ടതാണ്. ഇല്ലെന്ന് തന്നെ ഞങ്ങളും പറയണം. നിങ്ങളുണ്ടെന്ന് അവൻ വെച്ച ഏതാ കാലത്ത് വെച്ചവൻ അവന് കൊടുത്തു കൊള്ളു. അവരുടെ ഫാമിലിയിൽപ്പെട്ട ഷെയർ ചെയ്ത് കൊടുത്തു. ഓ അതെ, ഇത് അവന്റെ കുട്ടിയാപ്പാറ മൂത്ത മൈനീര മോളെ ഭർത്താവിന്റെ വീടാണ്. ഇത് പാവം, ഇവിടെ താമസിക്കാൻ ആളില്ല. കാരണം ഇവരിപ്പോ ഓക്കെ. ഈ സൈഡിൽ വിളിപ്പണി കഴിഞ്ഞ വീട്, ആ കുളത്തിൻ്റെ ഫ്രണ്ടിലല്ലേ പോണത്. ഇപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ വലിയ വലിയ ബിൽഡിങ്ങുകൾ കണ്ട് എന്തല്ലേ ഈ ചെട്ടിനാട്, സൂപ്പർ. ചെട്ടിനാടെന്ന് പറയാൻ സൂപ്പറാണ്. അമേരിക്ക ഡെവലപ്പായിട്ട് 100 വർഷമായുള്ളൂ. 175 വർഷത്തിന് മുമ്പ് ഇവിടെ ഉള്ള മുതലാളിമാർ ചെയ്ത വീടുകളാണ്. കാലത്ത് അവർ ഈ പ്രൗഢിയോട് ജീവിച്ചെങ്കിൽ നമ്മുടെ നാട് എത്ര സുന്ദരമായിരുന്നു. അതിനെ ബ്രിട്ടീഷുകാരൻ വന്ന് നശിപ്പിച്ച് ഈ അവസ്ഥയിലാക്കി. അവന്മാരെവിടെ നിന്ന് പറഞ്ഞു വെച്ചതാണ് ഈ ദോഷം അല്ലേ? ആ ബ്രിട്ടീഷുകാർ മര്യാദയ്ക്ക് നമ്മളെ നാട്ടിൽ നിന്നിരുന്നത് ഈ നാട് എത്ര പ്രൗഢിയായിട്ടിരുന്നത്.